കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾ ഇന്ത്യയിലെ ആദിവാസി സാംസ്കാരിക ഭൂപടത്തിൽ വളരെ സമ്പന്നമായി ഇടം പിടിക്കുന്നു. കേരള സർക്കാരിൻ്റെ പട്ടികവർഗ കണക്ക് പ്രകാരം കേരളത്തിൽ 37 ആദിവാസി സമുദായങ്ങളുണ്ട്. കേരളത്തിലെ വിവിധ ആദിവാസി സമുദായങ്ങൾ വിവിധ സംസ്കാരങ്ങളും ജീവിത രീതികളും അനുഷ്ഠിക്കുമ്പോൾ മലൈപ്പണ്ടാരം ആദിവാസികൾക്ക് തങ്ങളുടെ സവിശേഷമായ ജീവിത രീതികളുണ്ട്. പമ്പ നദി, അച്ചൻകോവിൽ നദി, കൊല്ലം ജില്ലയിലെ പത്തനാപുരം, ചെങ്കോട്ട റേഞ്ചുകൾക്ക് സമീപ പ്രദേശങ്ങളിൽ ഇവർ ജീവിക്കുന്നു. മലയോര മേഖലകളിൽ ചെറുകിട കുടുംബങ്ങളായി കണക്കാക്കപ്പെടുന്ന ഇവർ പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ചെറുകിട കച്ചവടങ്ങൾ, വേട്ടയാടൽ, ഔഷധ സസ്യ ശേഖരം തുടങ്ങിയവയാണ് മലൈപ്പണ്ടാരം സമുദായക്കാരുടെ പ്രധാന ജീവിത മാർഗങ്ങൾ. ഇപ്പം ഞങ്ങൾ വനത്തിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുള്ളതെന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കാൻ വ്യക്തമില്ല, വീട് സ്ഥലങ്ങളില്ല, പിന്നെ മൃഗങ്ങളുടെ ശല്യം, അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ പേര് ഉഷ. ഞാൻ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ ആശാപ്രവർത്തകയാണ്. മൂഴിക്കൽ എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ശബരിമല വനത്തിലാണ്. റോഡിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ 38 വിഭാഗങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു വിഭാഗമാണ് ഇവിടെ മലമ്പണ്ടാര വിഭാഗത്തിലാണ്. ST എന്ന് പറയും. അവരാണ് ഇവരെ കുന്നേൽ എന്നാണ് ഇവരുടെ വീട്ടുപേർ അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നുമില്ല, വെട്ടമില്ല, പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞങ്ങൾ വെള്ളമില്ലാത്തപ്പോൾ വനത്തിലോട്ട് പോകും. പിന്നെ ഇതുപോലെ മഴയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളിത്ര 4 പേരുണ്ട്, ഞാനും 2 പിള്ളേരും അച്ഛനും. കേരളത്തിലെ മറ്റ് ആദിവാസി വിഭാഗങ്ങളെ പോലെ തന്നെ മലൈപ്പണ്ടാരങ്ങളിലും സാക്ഷരതാ നിരക്ക് നാമമാത്രമാണ്. സാമ്പത്തികപരമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഇവർ പ്രതിസന്ധികൾ നേരിടുന്നു. ആദിവാസി സമൂഹങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നും തന്നെ ഇവരുടെ ഇത്തരം പ്രതിസന്ധികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൈനയാണ്. 9 പിള്ളേരുണ്ട്. വീട് സ്ഥലമൊന്നുമില്ല. നോക്കണമെങ്കിൽ കടമയാണ്. വട്ടമില്ല, വെച്ചില്ല, ആനക്കാടിയൊക്കെ പിള്ളേരെ വിട്ട് കിടക്കാണ്. ചൂടി പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് മഴക്കാലത്ത്. മുൻകാലങ്ങളിൽ വനാന്തരങ്ങളിലും വനത്തിനുള്ളിലുമായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങളിങ്ങനെ ജനങ്ങളുടെ ഒരു സാമീപ്യവും സഹകരണമൊക്കെ കൊണ്ട് അവർ റോഡിൻ്റെ സൈഡിലോട്ട് വനത്തിൽ തന്നെ താമസിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു പാർപ്പിടമോ സ്വന്തമായിട്ടൊരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ശൗചാലയം പോലും ഇവർക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കുഴിമാവ് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഇവിടെ ഗോത്രസാരുടെ വണ്ടി വന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സാഹചര്യം ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. എന്നാൽ ഇവരുടെ വസ്ത്രങ്ങൾക്ക് ഭക്ഷണത്തിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അതായത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമൊക്കെ ഇവർക്ക് സാധനങ്ങൾ ആഴ്ചതോറും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ നല്ല മനസ്സുടെ ഒരു ഇതുള്ളത് കൊണ്ട് അവർക്ക് വസ്ത്രങ്ങളായിട്ടും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളും.
ഇവിടെ വന്നിട്ട് ഞങ്ങൾ 30-35 കാലങ്ങളായി. ഇതുവരെ ഇവിടെ വീടും ഇതൊന്നും കിട്ടിയിട്ടില്ല. തരുമെന്നുള്ളത് പറയുന്നത്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അതേപോലെ വീട്ടിൽ വെട്ടമില്ല. പിള്ളേർ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും വെട്ടവുമില്ല. ഒന്ന് ഈ ധാർപ്പ ഓരോന്ന് വീതം തരും, അതുകൊണ്ട് കഴിയാൻ പറ്റത്തില്ല. ഭയങ്കര മഴയാണ്, ആ മഴയത്ത് ഇങ്ങനെ നനഞ്ഞു നാറി ഇങ്ങനെ നിൽക്കും. അങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ട്, അതൊന്നും വകവെക്കുന്നില്ല. വകവെക്കാതെ ഇവിടെ കഴിയുകയാണ്. പിന്നെ വെള്ളമില്ലാത്ത സമയത്ത് അരിക്കുടിയും അയിലയിലൊക്കെ പോവും. പിന്നെ കാട്ടിൽ നിന്ന് എടുക്കുന്നതെന്നു ചോദിച്ചാൽ തേന്, തെള്ളി, പനമ്പൂ ഇതൊക്കെ എടുക്കും. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന പറയുമ്പോൾ പെരശിങ്ങിൻ്റെ പുറത്താണ്. ഈ ആനയും കടുവായി പുലി എല്ലാം കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അവർ ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു രീതിയിലല്ല അവർ കണക്കാക്കി ഇട്ടിരിക്കുന്നത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവർ കരുതലായിട്ട് നിന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഫെൻസിങ് ഇലയിട്ടിരിക്കുന്നത്. ബുദ്ധിമുട്ട് ആനയും കടുവായും പുലിയും ഇതൊക്കെ വരുന്നതുകൊണ്ട് പിള്ളേർ കിടന്നുറങ്ങാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു ശല്യമുണ്ട്. ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാനുള്ള ശല്യമുണ്ട്. സാധനങ്ങളൊക്കെ ഇവർ വാങ്ങിക്കൊണ്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടും കഷ്ടതയേറിയ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത്. നമ്മളെപ്പോലെ തന്നെ ഇത് 38 വിഭാഗമുള്ളതിൽ ആദിവാസി വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് ഞാൻ. നമ്മളെപ്പോലെ തന്നെ താമസിക്കുവാനും നമ്മളുടെ പോലെ തന്നെ സമൂഹത്തിലേക്ക് വരുവാനും ഇവർക്ക് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വനത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ്. ഇവർക്ക് വനം സംരക്ഷിക്കുന്നവർ ഇവിടെ കാട്ടുമൃഗത്തിൻ്റെ വന്യമൃഗങ്ങൾ, കടുവ, ആന തുടങ്ങിയ മൃഗങ്ങൾ ഇവിടെ പോലും ഈ നിൽക്കുന്നിടത്ത് പോലും വരുന്നതാണ്. അത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവരിവിടെ കിടന്ന് ഉറങ്ങുന്ന അവരുടെ ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവർ വനത്തെ സംരക്ഷിക്കുകയും കാട്ടുമൃഗങ്ങളെ സ്നേഹിക്കുകയും തങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ വനത്തെ സ്നേഹിക്കുകയും വനത്തെ കരുതലോട് തന്നെ കാടിൻ്റെ മക്കളായിട്ട് ഇവർ വളർന്നു വരുന്നതിൽ നമുക്ക് തന്നെ ഇവരെ കാണുമ്പം തന്നെ ഇവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും തൊഴുകൈകളോടെ ഇവരെ നമുക്ക് നോക്കുവാനാണ് കഴിയുന്നത്.